Virgin haben Lecker. Virgin haben Lecker. Virgin haben Lecker. അറുപത്തിരണ്ട് വയസ്സുകാരനായ ടോം ക്രൂസ് ഇന്നും ഇത്ര ചുറുചുറുക്കോടുകൂടി ജീവിക്കുന്നത് എങ്ങനെയാണ്? ഗൂഗിളിനോട് ഒരുപാട് പേർ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണത്. അതിനൊരുപാട് ഉത്തരങ്ങളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി, അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം എന്നിങ്ങനെ പലതും. പക്ഷെ വ്യത്യസ്തമായ ഒരു ഉത്തരമുണ്ട്. അദ്ദേഹം അഗാധമായി വിശ്വസിക്കുന്ന ഒരു കൾട്ട് മതം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലേക്ക് ഒരു കൂട്ടം അന്യഗ്രഹ ജീവികൾ വരുന്നു. അവർ ഭൂമിയിൽ അകപ്പെട്ടു പോകുന്നു. ഇവിടെ വെച്ച് അവർക്ക് അവരുടെ ശരീരങ്ങൾ നഷ്ടമാകുന്നു. പക്ഷേ ഭൂമിയിലുണ്ടായിരുന്ന ചില ജീവികളിലേക്ക് അവർ അവരുടെ ആത്മാക്കളെ തിരിച്ചുവിടുന്നു. പിന്നീട് ഭൂമി കാണുന്നത് അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക തരം ജീവിവർഗത്തെയായിരുന്നു. പറഞ്ഞു വരുന്നത് മനുഷ്യനെക്കുറിച്ച് തന്നെയാണ്. ആ മരണമില്ലാത്ത ആത്മാക്കൾ ഇന്നും മനുഷ്യർക്കുള്ളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർ ഇന്ന് ഒരു മതമാണ്. കോടിക്കണക്കിന് വിശ്വാസികളുള്ള, ലോകം മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുന്ന, നിലവിലുള്ള മതങ്ങളിൽ ഏറ്റവും പുതിയ മതം. അതിൽ വിശ്വസിക്കുന്ന പ്രശസ്തരായ സെലിബ്രിറ്റികളിൽ ഏറ്റവും മുൻപതിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് ടോം ക്രൂസ്. സയന്റോളജി എന്നറിയപ്പെടുന്ന ഈ ഒരു മതത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരെ പ്രായം പോലും തൊടാൻ ഭയപ്പെടുന്നു എന്നത് യാഥാർത്ഥ്യമായിരിക്കും. പറഞ്ഞതിനേക്കാൾ വലുതും ഞെട്ടിക്കുന്നതുമാണ് ഇനി പറയാനുള്ള വിഷയങ്ങൾ. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെയാണ് ഹോമോ ഇറക്ടസ് എന്ന ജീവിവർഗം ഹോമോ സാപ്പിയൻസ് ആയി മാറിയത് എന്നും അതിന് പിന്നിൽ അനുനാക്കി എന്ന അന്യഗ്രഹ ജീവിവർഗമാണ് എന്നുമുള്ള സുമേറിയൻ വിശ്വാസത്തെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് അതിൽ നിന്നും ഒരൽപ്പം വ്യത്യസ്തമായ വിഷയമാണ്. എന്താണ് മതം? ഒരു കൂട്ടത്തെയാകാം, അല്ലെങ്കിൽ ഒരു താല്പര്യത്തെയാകാം നമ്മൾ ഇന്ന് മതം എന്ന് വിളിക്കുന്നത്. നമുക്ക് ചുറ്റും ഒരുപാട് മതങ്ങളുണ്ട്. എന്നാൽ ഓരോ മനുഷ്യനെയും നേരിട്ട് മനസ്സിലാക്കി അയാളുടെ പ്രശ്നങ്ങളും ജീവിതവും തിരിച്ചറിഞ്ഞ് അയാൾക്ക് വേണ്ട മാനസികവും സാമ്പത്തികവുമായ എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന ഒരു മതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യം അല്ല. കൊല്ലും കൊലയും മാത്രമുള്ള മതങ്ങളെ കണ്ട് ശീലിച്ച നമുക്ക് അങ്ങനെയേ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നിലവിലുള്ള മതങ്ങളിൽ ഏറ്റവും പുതിയ മതം. ആർക്കും അതിൽ അംഗമാവാൻ സാധിക്കും. അതിലംഗമായിട്ടുള്ളവരുടെ മാനസികമായ പ്രശ്നങ്ങളും വിഷമങ്ങളും എടുത്ത് തിരിച്ചറിഞ്ഞ് അതെടുത്ത് മാറ്റി അവർക്ക് സന്തോഷപൂർണമായ ഒരു ജീവിതം നൽകുക എന്നതാണ് സയന്റോളജിയുടെ ലക്ഷ്യം. സയൻസ് എന്നൊരു വാക്ക് അതിൽ ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ട് സയന്റോളജി എന്നത് ശ്രേഷ്ഠമായൊരു മതമാകാൻ സാധ്യതയുണ്ടോ? അറിയില്ല. പക്ഷെ പൊതുവെ സയന്റോളജിയെക്കുറിച്ച് പറയുന്ന ചില വിഷയങ്ങളാണ് തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞത്. എന്നാൽ അതിനും അപ്പുറം ചില രഹസ്യങ്ങൾ അതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ടോം ക്രൂസിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായത്. അതിൻ്റെ പ്രസക്തമായ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ലേറ്റ് ഷോ വിത്ത് ഡേവിഡ് ലെറ്റർമാൻ എന്ന ഒരു ഷോയിൽ വന്ന ഇൻ്റർവ്യൂ ആണിത്. അതിൽ ചിരിച്ചു മറിയുന്ന ടോം ക്രൂസിനെ നമുക്ക് കാണാം. എന്ത് തമാശയായിരിക്കും ആ ചിരിക്ക് പിന്നിൽ? അത് കേട്ടാൽ നിങ്ങൾക്ക് ചിരി വരുമോ എന്നെനിക്കറിയില്ല. അതിൽ പറയുന്നത് ടോം ക്രൂസ് ചെയ്ത ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ്. വിമാനത്തിൽ പോയിക്കൊണ്ടിരിക്കെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു എന്നതും അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പിന്നിലുള്ള പാസഞ്ചറുടെ ഓക്സിജൻ മാസ്ക് പിടിച്ചു വാങ്ങി എന്നും. ആ പാസഞ്ചർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ലെറ്റർമാൻ ചോദിക്കുന്നുണ്ട്. അയാൾ ബ്ലാക്ക് ഔട്ടായി എന്ന് ടോം ക്രൂസ് മറുപടിയും പറഞ്ഞു. അതിനുശേഷമാണ് 2 മിനിറ്റ് നീളമുള്ള ഈ ചിരി കാണാൻ സാധിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ആങ്കർ. അതാണ് ആ ഒരു പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ്. അത് വെറും ഒരു ബ്ലാക്ക് ഹ്യൂമർ ആയിരുന്നു എന്നും അതിനെ അങ്ങനെ കണ്ടാൽ പോരെ എന്നുമുള്ള കമൻറ്റുകൾ ആ വീഡിയോയ്ക്ക് താഴെ നമുക്ക് കാണാൻ സാധിക്കും. ഇതും അദ്ദേഹം വിശ്വസിക്കുന്ന സയന്റോളജിയും തമ്മിൽ എന്താണ് ബന്ധം? അതെന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ സയന്റോളജി എന്താണ് എന്നറിയണം. മീറ്റ് മിസ്റ്റർ എൽ റോൺ ഹബാർഡ്. ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് 114 വയസ്സ്. 1911 ജനിച്ചു. തൻ്റെ 75-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു.
പക്ഷേ ഒരു വലിയ ശതമാനം ആളുകളും അതിനെ ഒരു മരണമായി കണക്കാക്കുന്നില്ല. അവരെല്ലാം വിശ്വസിക്കുന്നത് അദ്ദേഹം തൻ്റെ ശരീരം ഇവിടെ ഉപേക്ഷിച്ച്, ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് മറ്റൊരു ഗ്രഹത്തിൽ എന്തോ എക്സ്ട്രാ ടെറസ്ട്രിയൽ പരീക്ഷണത്തിനായി പോയി എന്നാണ്. എവിടേക്കാണ് മിസ്റ്റർ റോൺ താങ്കൾ പോയത്? ഇന്ന് കോടിക്കണക്കിന് ആസ്തിയുള്ള ഒരു മതമാണ് സയന്റോളജി. അതിൻ്റെ തലതൊട്ടപ്പനാണ് ഈ ഇരിക്കുന്ന എൽ. റോൺ ഹബാർഡ്. അമേരിക്കയിൽ മാത്രമല്ല, അമേരിക്കയുടെ പുറത്ത് പലയിടങ്ങളിലും വലിയ വലിയ ശാഖകളുള്ള ഇവർ തന്നെ പറയുന്നു ഇന്ന് നിലവിലുള്ള മതങ്ങളിൽ ഏറ്റവും പുതിയ മതമാണ് സയന്റോളജി എന്ന്. ഫ്ലാഗ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം ബിൽഡിങ്ങുകൾ ലോകത്തിൽ പലയിടത്തായി സ്ഥാപിച്ചിരിക്കുന്നു. അവിടെയാണ് ചർച്ച് ഓഫ് സയന്റോളജി പ്രവർത്തിക്കുന്നത്. ചർച്ച് ഓഫ് സയന്റോളജി എന്ന വാക്ക് കേട്ടിട്ടോ കുരിശു പോലുള്ള അവരുടെ സിംബൽ കണ്ടിട്ടോ അവർക്ക് ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഹബാർഡിൻ്റെ പിതാവ് ഒരു നേവി ഓഫീസറായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ പിതാവിനോടൊപ്പം ഹബാർഡ് ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുമുണ്ട്. എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയെങ്കിലും പഠനത്തിൽ വളരെ പിറകോട്ടായിരുന്നു അയാൾ. 1930കളിലാണ് അദ്ദേഹം എഴുത്തിലേക്ക് തിരിയുന്നത്. ഏറ്റവും കൂടുതൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ പറയുന്ന വിഷയം ഫിക്ഷനുകളാണ്. പോകെ പോകെ അത് സയൻസ് ഫിക്ഷനായി മാറുകയും ചെയ്തു. എഴുതിത്തള്ളുന്ന ഒരു മെഷീനെന്ന് പലരും അദ്ദേഹത്തെ പ്രശംസിച്ചിരുന്നു. 1084ഓളം പുസ്തകങ്ങൾ ചുരുങ്ങിയ കാലയളവിൽ അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി അതിന് പിന്നിൽ ഒരു അന്യഗ്രഹ ശക്തി ഉണ്ടായിരുന്നു എന്ന്. 1940കളിൽ അദ്ദേഹം മിലിറ്ററിയിൽ സേവനം അനുഷ്ഠിച്ചു. അതിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് സയന്റോളജി എന്ന ചിന്തയിലേക്ക് അദ്ദേഹം ചെന്നെത്തുന്നത്. 1950 അദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു, ഡയനറ്റിക്സ് ദ മോഡേൺ സയൻസ് ഓഫ് മെൻ്റൽ ഹെൽത്ത്. ആ ഒരു പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് റിയാക്റ്റീവ് മൈൻഡ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ്. മനുഷ്യൻ്റെ മനസ്സിൽ കാലങ്ങൾക്ക് മുമ്പേ സംഭവിച്ച പോസ്റ്റ് ട്രോമാറ്റിക് അനുഭവങ്ങൾ സ്വഭാവത്തെയും അതുവഴി ജീവിതത്തെയും ബാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഇത്തരം പോസ്റ്റ് ട്രോമാറ്റിക് അനുഭവങ്ങളെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇൻഗ്രാംസ് എന്ന പേരിലാണ്. ഓഡിറ്റിംഗ് എന്ന് വിളിക്കുന്ന ഒരു പ്രോസസ്സിലൂടെ മനുഷ്യൻ്റെ മനസ്സിലെ ഇൻഗ്രാംസ് പൂർണ്ണമായും എടുത്തു മാറ്റാൻ കഴിയുമെന്നും അതുവഴി തുടർന്നുള്ള ജീവിതം സന്തുഷ്ടമാക്കാമെന്നും പുസ്തകത്തിൽ പറയുന്നു. ഡയനറ്റിക്സ് ഒരു ബെസ്റ്റ് സെല്ലറായിരുന്നു. ആ പുസ്തകവും അതിൽ പറയുന്ന വിഷയവും ഒരുപാട് പേരിലേക്ക് ചെന്നെത്തി. അങ്ങനെയാണ് സ്വന്തം മനസ്സിനെ ബാധിക്കുന്ന എൻഗ്രാംസ് എടുത്തു കളയാൻ ഓഡിറ്റിങ്ങിന് വേണ്ടി പലരും അദ്ദേഹത്തെ ചെന്ന് കാണുന്നത്. അങ്ങനെയാണ് ചർച്ച് ഓഫ് സയന്റോളജി എന്ന വിഷയത്തിലേക്ക് അദ്ദേഹം വന്നെത്തുന്നത്. 1954 കാലിഫോർണിയയിലായിരുന്നു ഇതിൻ്റെ ആരംഭം. അന്നതൊരു മതമായിരുന്നില്ല, ഒരു സെൽഫ് ഹെൽപ്പ് മൂവ്മെൻറ്റ് എന്ന പേരിലായിരുന്നു ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ 1960 ശേഷം അമേരിക്കയ്ക്ക് പുറത്ത് പലയിടങ്ങളിലും ചർച്ചകൾ ആരംഭിച്ചു. സയന്റോളജിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് കൃത്യമായ ഓഡിറ്റിങ്ങിലൂടെയാണ് എന്ന് പറഞ്ഞല്ലോ. താല്പര്യപ്പെടുന്നവർക്ക് പ്രത്യേകമായി തയ്യാറാക്കുന്ന ചോദ്യങ്ങളിലൂടെ അവരുടെ ജീവിതത്തെ മനസ്സിലാക്കാൻ ഓഡിറ്റേഴ്സിന് സാധിക്കുന്നു. അതിലൂടെയാണ് ഡിവോട്ടികളുടെ ഇൻഗ്രാംസ് റിമൂവ് ചെയ്യുന്നതും അവരുടെ ജീവിതം സന്തുഷ്ടമാക്കുന്നതും. സയന്റോളജിയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഓരോരുത്തരും നിൽക്കുന്ന സ്റ്റേജിനെ പ്രീ ക്ലിയർ സ്റ്റേജ് എന്നാണ് പറയുന്നത്. അവിടെയാണ് ഓഡിറ്റിംഗ് സംഭവിക്കുന്നതും എൻഗ്രാംസ് റിമൂവ് ചെയ്യുന്നതും. ഓഡിറ്റിംഗ് ചെയ്യുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സയന്റോളജിസ്റ്റുകളായിരിക്കും. അതിന് ഇ മീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണവും അവർ ഉപയോഗിക്കുന്നു. ഈ മീറ്ററിലൂടെ മനസ്സിലെ ഇൻഗ്രാംസ് റിമൂവ് ചെയ്ത് ക്ലിയർ എന്ന സ്റ്റേജിലേക്ക് എത്തിക്കുന്നു. സബ് കോൺഷ്യസ് ലിമിറ്റേഷൻസിൽ നിന്നും സ്വതന്ത്രമായ ഒരു സ്റ്റേജിനെയാണ് ക്ലിയർ എന്ന് വിളിക്കുന്നത്. സയന്റോളജി വിശ്വാസികളുടെ വിശ്വാസം അനുസരിച്ച് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ഓരോ ആത്മാക്കൾ കൂടിയിരിക്കുന്നു. അതിനെ തീറ്റൻസ് എന്നാണ് അവർ വിളിക്കുന്നത്. മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു ലെവലാണ് ഓപ്പറേറ്റിംഗ് തീറ്റൻസ് ലെവൽ. എക്സ്പീരിയൻസ്ഡ് ആയ സയന്റോളജിസ്റ്റുകൾക്ക് മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലെവലാണത്. ഇതിലൂടെ ടെലിപ്പതി, മൈൻഡ് ഓവർ മാറ്റർ കൺട്രോൾ തുടങ്ങിയ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻസ് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഒക്കൽ പ്രാക്ടീസസും അവിടെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ ലെവലിലേക്ക് വന്നെത്താൻ ഒരു ക്ലിയർ ലെവൽ സയന്റോളജിസ്റ്റിന് ലക്ഷങ്ങളുടെ ചിലവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലെവലിലേക്ക് വന്നെത്താൻ ആരും താല്പര്യപ്പെടില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ലക്ഷക്കണക്കിന് ഓപ്പറേറ്റിംഗ് തീറ്റൻ ലെവൽ ഡിവോട്ടീസാണ് സയന്റോളജിയുടെ ഭാഗമായിട്ടുള്ളത്. സയന്റോളജി കൂടുതലും വാർത്തകളിൽ ഇടം നേടുന്നത് ചില അലിഗേഷൻസിലൂടെയാണ്. സയന്റോളജിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതോ അല്ലെങ്കിൽ പിരിഞ്ഞു പോയവരോ ആയ എക്സ് മെമ്പേഴ്സിന് ലഭിക്കുന്ന വധഭീഷണിയിലൂടെ. അത്തരം അലിഗേഷൻസിൽ നിന്നും രക്ഷപ്പെടാൻ സയന്റോളജി നടത്തിയ ഓപ്പറേഷൻ സ്നോ വൈറ്റ് എന്ന ക്രിമിനൽ കോൺസ്പിറസിയും പ്രശസ്തമായിരുന്നു. ആ മൂവ്മെൻറ്റിൻ്റെ പേരിൽ നിങ്ങളുടെ ഭാര്യയും അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു, മേരി ഹബാർഡ്. പക്ഷെ നിങ്ങളന്ന് ഒളിവിലായിരുന്നു ഏതോ ഒരു കപ്പലിൽ. 1986 മരണപ്പെടുന്നതുവരെ. മരണമല്ലല്ലോ അല്ലേ? സ്വന്തം ശരീരത്തിലെ തീറ്റൻ മറ്റേതോ ഗ്രഹത്തിൽ പരീക്ഷണത്തിന് വേണ്ടി പോയി എന്നല്ലേ പറയാവൂ.
പക്ഷെ ശാസ്ത്രം അതിനെ വിളിക്കുന്നത് സ്ട്രോക്ക് എന്ന ഓമന പേരിട്ടാണ്. എന്താണ് ഈ തീറ്റൻ? ആരാണ് ഈ തീറ്റൻ? ഏതാണ്ട് 7.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥയാണ് എന്ന് ഇദ്ദേഹം പറയുന്നു. സയന്റോളജിയിലെ ഓപ്പറേറ്റിംഗ് തീറ്റൻ ലെവൽ മെമ്പേഴ്സ് പറയുന്ന കഥയും ഇങ്ങനെയാണ്. അന്ന് ഭൂമിയിലേക്ക് മറ്റേതോ ഗാലക്സിയിൽ നിന്നും ഒരു അന്യഗ്രഹ ജീവി വന്നിരുന്നു. പേര് സീനു. ഗലാറ്റിക് റൂളർ എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. അതിനോടൊപ്പം തടവിലായ ചില അന്യഗ്രഹ ജീവികൾ കൂടി ഉണ്ടായിരുന്നു. സീനു അവരെ ഭൂമിയിലെ ചില അഗ്നിപർവ്വതങ്ങൾക്കുള്ളിൽ ബന്ധിപ്പിച്ച് ഹൈഡ്രജൻ ബോംബ് പോലുള്ള ഒരു എക്സ്പ്ലോഷൻ ഉപയോഗിച്ച് അവരെ മുഴുവൻ ഇല്ലാതാക്കി എന്നാണ് കഥ. അന്ന് ഭൂമി അറിയപ്പെട്ടിരുന്നത് ടീജിയാക്ക് എന്ന പേരിലായിരുന്നു. അതിൽ ശരീരം നഷ്ടപ്പെട്ട അവരുടെ ആത്മാക്കളാണ് തീറ്റൻസ്. അവരിന്നും മനുഷ്യൻ്റെ ശരീരത്തിൽ ജീവിക്കുന്നു. മനുഷ്യർക്ക് മാനസികമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഭൂമിയിൽ നിന്നും പുറത്തു പോകാൻ പറ്റാതെ മെസ്റ്റ് എന്ന അവസ്ഥയിലാണ് അവരിപ്പോൾ തടവിലാക്കപ്പെട്ടിരിക്കുന്നത്. മെസ്റ്റ്, MEST, മാറ്റർ, എനർജി, സ്പേസ്, ടൈം. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ അവർ പുനർജനിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ശരീരം നശിക്കുമ്പോൾ മറ്റൊരു ശരീരത്തിലേക്ക് അവർ കടക്കുന്നു. അങ്ങനെ അവർ നിലനിന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ സയന്റോളജിയിലൂടെ, അതിലൂടെ സംഭവിക്കുന്ന കൃത്യമായ ഓഡിറ്റിങ്ങിലൂടെ തീറ്റൻസിനെ എനർജൈസ് ചെയ്യാൻ സാധിക്കും. അതുവഴി ബ്രിഡ്ജ് ഓഫ് ഫ്രീഡം ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും ഹബാർഡ് പറയുന്നു. ലക്ഷക്കണക്കിന് പേരാണ് ഈ ഒരു തിയറി വിശ്വസിക്കുന്നത്. ഹബാർഡിൻ്റെ അന്യഗ്രഹത്തിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം സയന്റോളജി ഏറ്റെടുക്കുന്നത് ഡേവിഡ് മിസ്കാവേജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സയന്റോളജി പടർന്ന് പന്തലിക്കുകയാണ്. സയന്റോളജിയുടെ നിലനിൽപ്പിന് വേണ്ടി അവർ രൂപീകരിച്ച ഒരു സംഘടനയുണ്ട്. സി ഓർഗനൈസേഷൻ എന്നാണ് ആ സംഘടന അറിയപ്പെടുന്നത്. അതൊരു പാരാമിലിറ്ററി ഗ്രൂപ്പാണ്. 1967 ഹബാർഡിൻ്റെ മരണത്തിന് മുമ്പേ തന്നെ ഈ സംഘടനയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. നേവി സ്റ്റൈൽ യൂണിഫോമും റാങ്കിങ്ങും ഈ സംഘടനയെ പ്രത്യേകതയുള്ളതാക്കുന്നു. സയന്റോളജി എന്ന മതത്തോട് 100% കൂറ് പുലർത്തുന്നവരെ മാത്രമേ ഈ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുള്ളൂ. സി ഓർഗനൈസേഷനിലെ ഓരോ മെമ്പറിനും മില്യണിയർ കോൺട്രാക്റ്റാണുള്ളത്. അതായത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാലും അയാളുടെ ഉള്ളിലെ തീറ്റൻ മറ്റൊരു ശരീരത്തിലൂടെ തിരിച്ചു വന്നാൽ അയാൾക്കും സി ഓർഗനൈസേഷനിൽ മെമ്പർഷിപ്പ് ഉണ്ടാകും എന്ന്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഒരാൾ മരണപ്പെട്ടു എന്നിരിക്കട്ടെ, വേറൊരാൾ തിരിച്ചു വന്ന് ഞാനായിരുന്നു അയാളിലെ തീറ്റൻ, ഞാനിപ്പോൾ ഈ ശരീരത്തിനാണുള്ളത് എന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് മനസ്സിലാവുക എന്ന്. സത്യം പറഞ്ഞാൽ ആ ഒരു ലോജിക്കിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല, നിങ്ങൾക്കും വലിയ ധാരണയില്ല എന്ന് എനിക്കറിയാം. എന്തായാലും മില്യണിയർ കോൺട്രാക്റ്റ് ഉള്ള തുച്ഛമായ ശമ്പളത്തിൽ സി ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന, സയന്റോളജിക്ക് വേണ്ടി കൊല്ലാനും ചാവാനും നടക്കുന്ന സി ഓർഗനൈസേഷൻ മെമ്പേഴ്സിൻ്റെ എണ്ണം ചെറുതല്ല. ഒന്നുകിൽ നമുക്കറിയാത്ത എന്തൊക്കെയോ ഇവർക്കറിയാം, അതല്ല എങ്കിൽ ഇവർക്ക് ഭ്രാന്താണ്. ഈ ഒരു പോയിന്റിലേക്കാണ് തുടക്കം മുതലേ ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഒരു മാനസികമായ പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മില്യണിയർ കോൺട്രാക്റ്റിലൊക്കെ ഒരാൾ സൈൻ ചെയ്യുന്നത്, അതിലേക്ക് സ്വന്തം ജീവിതം ഹോമിക്കുന്നത്? ഭക്തരുടെ അവസ്ഥ ഇതാണ് എങ്കിൽ മേൽശാന്തിയുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് 1940കളിലേക്ക് ഒന്ന് പോയി നോക്കാം. അന്ന് 2ാം ലോക മഹായുദ്ധകാലത്ത് ഹബാർഡ് നേവിയിലും പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. യുദ്ധത്തിൽ അദ്ദേഹം സ്പോട്ട് ചെയ്ത ഒരു ജാപ്പനീസ് അന്തർവാഹിനിയോട് ആ ക്രൂ ഏതാണ്ട് 3 ദിവസം ആക്രമണം ചെയ്തതായി പറയപ്പെടുന്നു. പക്ഷേ അങ്ങനെ ഒരു അന്തർവാഹിനിയെ അദ്ദേഹമല്ലാതെ ആ ക്രൂവിൽ വേറെ ആരും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സുപ്പീരിയർ ഓഫീസറുടെ ഓർഡർ അനുസരിക്കുക എന്നതുകൊണ്ട് മാത്രമാണ് അവർ ഹബാർഡിൻ്റെ ഓർഡർ അനുസരിച്ച് ആക്രമണം നടത്തിക്കൊണ്ടേയിരുന്നത്. പിന്നീട് ജപ്പാൻ മിലിറ്ററിയുടെ റിപ്പോർട്ടിലും ആ സമയത്ത് അങ്ങനെ ഒരു അന്തർവാഹിനി അവിടെ ചെന്നിട്ടില്ലായിരുന്നു എന്നും കണ്ടെത്തി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് എന്ന അന്വേഷണവും നടന്നിരുന്നു. അതിന് റോൺ ഹബാർഡ് നൽകിയ വിശദീകരണം അത് ചിലപ്പോൾ തനിക്കുണ്ടായ ഒരു തോന്നലായിരിക്കാമെന്നാണ്. അത്തരത്തിൽ പല തോന്നലുകളും അതിനു മുമ്പും തനിക്കുണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം നേവിയിൽ നിന്നും റിലീവ് ചെയ്തതെന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ അതിനുള്ള ഉത്തരവ് നമുക്ക് കാണാൻ സാധിക്കും. ശാരീരികവും മാനസികവുമായ സീരീസ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് കാരണം എന്ന്. ഒന്നുകൂടി അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ സാധിച്ചത് അദ്ദേഹത്തിനുണ്ടായ മാനസിക പ്രശ്നം സ്കിസോഫ്രീനിയ എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് എന്നാണ്. സങ്കല്പങ്ങളിലൂടെ ജീവിക്കുക, കാണാത്തതും കേൾക്കാത്തതുമായ ശബ്ദങ്ങളും കാഴ്ചകളും കാണുകയും കേൾക്കുകയും ചെയ്യുക, ഇല്ലാത്ത കാര്യങ്ങൾ മറ്റാരോ പറഞ്ഞു തരുന്നത് പോലെ തോന്നുക, ഇതൊക്കെ സ്കിസോഫ്രീനിയയുടെ സിംറ്റംസ് ആണ്. മാനസിക പ്രശ്നമുള്ള ഒരാളുടെ ചിന്തയിൽ പൂർണ്ണമായും വിശ്വസിച്ച് സ്വന്തം ജീവിതം അർപ്പിക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല.
അതിൽ വിശ്വസിക്കുന്നത് കോടിക്കണക്കിന് ആളുകളാണ്, അതിൽ പ്രശസ്തരായ പലരും. അതിൽ ഒരാൾ മാത്രമാണ് ടോം ക്രൂസ്. തൻ്റെ കൂടെയുള്ള ഒരാൾ ശ്വാസം കിട്ടാതെ പിടയുന്ന കാഴ്ച കണ്ടിട്ട് അതിന് കാരണം താനാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് അത് പറഞ്ഞുറക്കെ ചിരിക്കാൻ കുറച്ചൊന്നും മാനസിക നില തെറ്റിയാൽ പോരാ. തൻ്റെ ഉള്ളിൽ ഒരു തീറ്റനാണുള്ളത് എന്നും ഈ ശരീരം നഷ്ടപ്പെട്ടാലും മറ്റൊരു ശരീരത്തിലൂടെ ഭൂമിയിൽ തനിക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് അന്ധമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വന്തം ശരീരത്തോടും ജീവിതത്തോടും അത്രയും വിലയല്ലേ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരാൾക്ക് ഏത് സാഹസികതയും നിഷ്പ്രയാസം ചെയ്തുകൂടെ? മിസ്റ്റർ റോൺ ഹബാർഡ്, താങ്കളുടെ ഉള്ളിലെ തീറ്റൻ ചില പരീക്ഷണങ്ങൾക്ക് വേണ്ടി മറ്റൊരു ഗ്രഹത്തിലേക്ക് പോയി എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സ്ട്രോക്ക് ബാധിച്ച് താങ്കൾ മരിച്ചു എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. താങ്കൾക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്നത് ഒരിക്കലും താങ്കളുടെ തെറ്റല്ല. പക്ഷേ ലക്ഷക്കണക്കിന് പേർ അതിൽ വിശ്വസിച്ച് താങ്കളെ പിന്തുടരുന്നുണ്ട് എങ്കിൽ അവരെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഇത് സയന്റോളജിയുടെ മാത്രം പ്രശ്നമല്ല. ഒരാളുടെ പാത അന്ധമായി വിശ്വസിച്ച് അതിനെ പിന്തുടരുന്ന എല്ലാത്തിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും തലച്ചോറുണ്ട്, പക്ഷെ അത് പ്രവർത്തിക്കുന്നത് വളരെ ചുരുക്കം പേരിൽ മാത്രമാണ്. ആൻഡ് ദ ഗെയിം ഈസ് ഓവർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ